സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക്, അൻവറിന്റെ പാർട്ടിയിലേക്ക്. സജി ചെയർമാനായ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി തൃണമൂൽ കോൺഗ്രസിൽ ലയിച്ചു. എൻഡിഎയിൽ അവഗണന തുടരുന്നതിനാലാണ് പടിയിറക്കമെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. സ്വാഭാവികമായി വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ടും എൻഡിഎയുടെ നേതൃത്വം സമീപിച്ചതുകൊണ്ടും ഞങ്ങൾ എൻഡിഎയുടെ ഭാഗമായി പാർട്ടി രൂപീകരിച്ചു, മുന്നണിയിലെടുത്തു എന്നവർ പറഞ്ഞു. പക്ഷെ ഭാഗ്യവശാൽ ഈ ഒരു വർഷമായി ഒരു എൻഡിഎ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ എടുത്തു, പക്ഷേ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ വേണ്ട പ്രോത്സാഹനം തന്ന് രംഗത്തിറക്കിയതിനു ശേഷം തുടർന്ന് അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള പരിഗണനയും പിന്തുണയും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ തീരുമാനമെടുക്കുവാൻ കാരണം. ഷിനോജ് ST ആണ് വിവരങ്ങളുമായുള്ളത്. ഷിനോജ്, ഈ സജി മഞ്ഞക്കടമ്പിൽ ബാർക്കോഴ സമരത്ത് യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എനിക്ക് പരിചയം. അന്ന് മാണിസാറിന് വേണ്ടിയ അവിരാമം വാദിച്ചുകൊണ്ടിരുന്ന ആളാണ് സജി. അദ്ദേഹം പിന്നീട് ജോസ് കെ മാണിയോട് പിണങ്ങി ജോസഫ് സാറിന്റെ കൂടെ പോയി, ജോസഫ് സാറിനോട് പിണങ്ങി NDAയിൽ പോയി, ഇപ്പൊ BJP യോട് പിണങ്ങി അൻവറിന്റെ കൂടെ പോകുന്നു. ഇനി അൻവറിനോട് പിണങ്ങിയാൽ സജി എങ്ങോട്ട് പോകും എന്നുള്ളതാണ് കേരള രാഷ്ട്രീയ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നത്. ശിരോമണി അകാലിദളോ മറ്റോ ഇനി കേരള യൂണിറ്റ് തുടങ്ങുമോ എന്തോ? പക്ഷേ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, അതാണ് സജി മഞ്ഞക്കടമ്പിൻ്റെ പോളിസി എന്ന് തോന്നുന്നു. കാരണം ഇതിപ്പോൾ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപം കൊടുക്കുന്നു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പാർട്ടിയൊക്കെ തുടങ്ങുന്നു. അത് പാർട്ടി ഒരു വർഷം പോലും ആകുന്നതിന് മുൻപാണ് ഇപ്പോൾ തൃണമൂലിനൊപ്പം സജി പോകുന്നത്. എന്തായാലും NDAയുടെ ഭാഗത്തു നിന്ന് കാര്യമായി പിന്തുണയും സംരക്ഷണമൊന്നും ലഭിച്ചില്ല എന്ന കാരണമൊക്കെ പറഞ്ഞാണ് സജി ഇപ്പോൾ ഈ പാർട്ടി വിട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ, അതായത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്ന് അതിനുശേഷം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ വരുന്നു. ആ സമയത്താണ് NDAയ്ക്കൊപ്പം ചേരുന്നത്. ആ സമയത്ത് മോൻസ് ജോസഫിനെതിരെയും അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജിനെതിരെയൊക്കെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് സജി പടിയിറങ്ങിയതെങ്കിൽ ഇത്തവണ BJP നേതാക്കൾ ആരും തന്നെ ഒന്നും പറയുന്നില്ല, ആരെയും എതിർത്ത് ഒന്നും തന്നെ പറഞ്ഞില്ല. വളരെ മിതമായ രീതിയിലുള്ള സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മുന്നണി വിടുകയാണ്, NDAയ്ക്കൊപ്പം ചേർന്ന് ഇനി പ്രവർത്തിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സജി ഇപ്പോൾ തൃണമൂലിനൊപ്പം ചേർന്നിരിക്കുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ കോട്ടയം ചീഫ് കോർഡിനേറ്റർ എന്നൊരു പദവിയിലേക്കായിരിക്കും സജി എത്തുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയോര വോട്ടൊക്കെ ഒന്നിച്ചേക്കെങ്കിൽ പോരും എന്നൊരു പ്രഖ്യാപനമാണ് സജി മഞ്ഞക്കടമ്പിൽ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജില്ലയിലെ 14 ജില്ലകളിലും വേരോട്ടമുള്ള പാർട്ടിയാണ് തങ്ങളുടേത് തുടങ്ങിയ അവകാശവാദങ്ങൾ ഒരുപാട് സജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി അൻവറിനോട് പിണങ്ങിയാൽ സജി എങ്ങോട്ട് പോകുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം വേറെ മറ്റേതെങ്കിലും പാർട്ടി രൂപീകരിക്കേണ്ടി വരും അങ്ങനെ പോകണമെങ്കിൽ. എന്തായാലും കാത്തിരിക്കുകയാണ്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച. സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിൽ ലയിച്ചിരിക്കുന്നു.